രാജ്യത്തിനൊരിക്കലും മറക്കാനും പൊറുക്കാനുമാകാത്ത നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടന. പെഹൽഗാമിൽ ചോര വീഴ്ത്തിയ TRFനും മുഖ്യ സൂത്രധാരനായ സൈഫുള്ള കസൂരിക്കും നേതൃത്വം നൽകുന്നത് ഇതേ ലഷ്കർ-ഇ-തൊയ്ബയാണ്. 1985-86 കാലഘട്ടത്തിൽ രൂപീകൃതമായ കൊടും ഭീകര സംഘടനയാണ് ലഷ്കർ-ഇ-തൊയ്ബ. ഹാഫിസ് സെയ്ദാണ് നേതൃത്വം നൽകുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹാഫിസ് സെയ്ദ്. രാജ്യത്തിന്റെ പ്രധാന ശത്രു. പെഹൽഗാമിൽ ചോര വീഴ്ത്തിയ കൊടും ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ സൈഫുള്ള കസൂരി ഈ പറയുന്ന ഹാഫിസ് സെയ്ദിന്റെ വലം കൈയാണ്. എന്താണ് ലഷ്കർ-ഇ-തൊയ്ബയുടെ ഉദ്ദേശം? കശ്മീരിനെ പാകിസ്ഥാനിൽ ലയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, വിവിധ ഭീകര സംഘടനകളിൽ നിന്നുൾപ്പെടെ ഇവർക്ക് സാമ്പത്തികമായും ആയുധമായും ഉൾപ്പെടെ ഇവർക്ക് സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. ഒസാമ ബിൻ ലാദൻ പോലും സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. ഇത് മാത്രമല്ല, പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സഹായം പോലും ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണക്കാരന് നേരെ പോലും വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന കൊടും ഭീകര സംഘടനയാണ് ഈ ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്നത്. അവർ നടത്തിയിട്ടുള്ള ഓരോ ആക്രമണങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഒരു കാര്യം കാണാൻ പറ്റും. പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തിയത് ഇവയാണ്. 2000 ഡിസംബർ 22-ന് ഡൽഹി ചെങ്കോട്ട ആക്രമണം. 4 ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നു, ഒരാളെ പിടികൂടുന്നു. അതിൽ 2 സൈനികർ ഉൾപ്പെടെ 3 പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. 2006 ജൂലൈ 11-ന് മുംബൈയിലെ സബർബൻ റെയിൽ നെറ്റ്വർക്കുകളിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 200ഓളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം രാജ്യം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണം. 2008 നവംബർ 26-ന് 170-ലധികം പേരുടെ ജീവൻ നഷ്ടമാകാനിടയായ ആ വലിയ ഭീകരാക്രമണത്തിന് പിന്നിലും ഇതേ ലഷ്കർ-ഇ-തൊയ്ബയുടെ കരങ്ങളായിരുന്നു. അതിൽ പിടികൂടിയ അജ്മൽ കസബിനെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് ഉൾപ്പെടെ കണ്ടു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തോടുകൂടി വീണ്ടും ലഷ്കർ-ഇ-തൊയ്ബ എന്ന പേര് ഉയർന്നു കേൾക്കുകയാണ്. രാജ്യത്തിന് ഇനിയും പൊറുക്കാനാകില്ല. കനത്ത തിരിച്ചടിക്കായി ഒരുങ്ങുകയാണ് ഇന്ത്യ.